അപ്പോൾ ഉച്ചയൂണ് റെഡിയായി കൂട്ടുകാരെ. ഇന്നലെ കൊണ്ടുവന്ന മീൻ കറി വെച്ചു. അത് ഒരു മോൻ ചോറ് കൊണ്ടുപോയി, അന്നേരം കുറച്ച് കറി കൊണ്ടുപോയി. മീനും വറുത്ത് കുറച്ച് കൊണ്ടുപോയി. പിന്നെ ചോറ് ഈ മീൻ കൂട്ടാത്തതുകൊണ്ട് ഞാൻ പപ്പായ ഉപ്പേരി, മീൻ പൊരിച്ചത്, പിന്നെ താളും പരിപ്പും കറി വെച്ചത്. ഇതാണ് ഇന്നത്തെ ഫുഡ്. പിന്നെ നമ്മുടെ ലൂബിക്ക ഒക്കെ പഴുത്തു തുടങ്ങി. കുറച്ചെടുത്ത് ഉപ്പിലിട്ടു. ഇനിയുണ്ട് പറിക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും ചോറുണ്ട് കഴിഞ്ഞോ? ഞങ്ങൾ ഉണ്ണാൻ പോണേ ഉള്ളൂ. ഓക്കേ. ജാങ്കോക്കുട്ടൻ്റെ കിടത്തം കണ്ടോ? ഇതിൻ്റെ ചുവട്ടിൽ വന്ന് കിടക്കുക. കണ്ടംകുട്ടൻ വന്നു, കുറേ മീനിന് വേണ്ടി നിലവിളിച്ചു. കുറച്ച് ചോറും മീനും കൂടി കൊടുത്തു, മീനിൻ്റെ തലയും കൂടി കൊടുത്തു. അത് കഴിച്ച്, അത് ഞാൻ മഞ്ഞളിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് അത് അതിൻ്റെ പാട്ടിന് പോയി. ഇന്നലെ രാത്രി ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു. ഇന്നലെ രാത്രി കറുത്ത പാണ്ടനും വന്നു. ഇവർ രണ്ടുപേരും കൂടി കടിപിടി കൂടി. അവസാനം ഞാൻ കറമ്പനെ ചീത്ത പറഞ്ഞപ്പോൾ അവൻ അടങ്ങിയിരുന്നു കുറച്ച് നേരം. ഇവൻ തിന്നണ വരെ നോക്കിയിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത ഒരാൾ ഇന്നലെ മിനിങ്ങാന്ന് ആക്സിഡൻറ്റിൽ ചെറിയ സ്കൂട്ടർ തട്ടിയിട്ട് മരണപ്പെട്ടു. അപ്പോൾ മോൻ അവിടെ പോയിട്ട് വന്നിട്ട് ചോറ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവനങ്ങോട്ട് പോകാനുള്ള പുറപ്പാടില്ല. എന്താ ജാങ്കോ, എന്തെന്നാണ് ഉറക്കത്തിൽ എന്തൊക്കെയോ ഞൊണയുന്നേ? മുറുക്കാൻ കിട്ടിയോ ചവയ്ക്കാൻ? കള്ളച്ചെറുക്കനെവിടെ? നീന്ത് തൊഴയെ. നീന്തൽ പഠിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ നീന്തൽ പഠിപ്പിക്കും. നമ്മുടെ മാസ്റ്ററാണ് ഈ ഇരിക്കുന്നത്, നീന്തൽ പഠിപ്പിക്കുന്ന മാസ്റ്റർ. എന്താണ്, ചോറിനായോ? ചോറ് തരട്ടെ? കുട്ടിക്ക് ചോറ് തരട്ടെ? കേട്ടോ, ഇപ്പം തരേ. എൻ്റെ കണ്ടംകുട്ടൻ വന്ന് വയറൊക്കെ നിറച്ച് പോയി.